ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് പോറ്റിയെ മാറ്റും. അടുത്ത ആഴ്ച കട്ടളപ്പാളി തട്ടിപ്പ് കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും. വീഡിയോ കോൺഫറൻസ് വഴി നാളെ വീണ്ടും പോറ്റിയെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, വീണ്ടും ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു കേസും കൂടിയുണ്ട്. കട്ടളപ്പാളി തട്ടിപ്പ് കേസിലും എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രേണു, ഇന്ന് രാവിലെ റാന്നി കോടതിയിൽ എത്തുമെന്ന് അറിയിച്ചെങ്കിലും ഉച്ചയോടുകൂടിയാണ് ഏകദേശം ഒരു 2:30-3 മണിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിൽ എത്തിച്ചത്. അപ്പോൾ അന്വേഷണ സംഘത്തിന് വീണ്ടും ഈ പ്രതിയെ മുരാരി ബാബുവിന്റെ കാലാവധി നാളെ അവസാനിക്കാൻ, ഈ കസ്റ്റഡി കാലാവധി, റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കാതിരിക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുരാരി ബാബുവിനെയും കൂടി ഒരുമിച്ച് ചോദ്യം ചെയ്ത് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ന് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും കോടതി റിമാൻഡിലേക്ക് മാറുകയായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിലവിൽ ആരോപിക്കപ്പെട്ടത് ശബരിമല സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ആ 14 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി മജിസ്ട്രേറ്റിനോട് നേരിട്ട് തന്നെ താനെ രോഗബാധിതനാണെന്നും ചികിത്സാ സഹായം വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ നേരിട്ട് ബോധ്യപ്പെടുത്തി വൈദ്യസഹായം യഥാസമയത്ത് തന്നെ തങ്ങൾ അന്വേഷണ സംഘം കൊടുക്കുന്നുണ്ടെന്നും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ ഇത് ഉറപ്പാക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ രേണു, ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി ഈ കട്ടളപ്പാളി മോഷണം പോയ കേസിൽ നാളെ റാന്നി കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്യും. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിൽ എത്തിക്കുന്നതിന് പകരം വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റുമായിട്ട് ഇത് വിചാരണ വാദം കേട്ടതിന് ശേഷം നാളെ തന്നെ ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കാൻ ഇരിക്കെ നാളെ റാന്നി കോടതിയിൽ എത്തിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാൻ ഇരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ കട്ടളപ്പാളി പോയ കേസിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവും നേതാക്കന്മാർക്കെയും കേരളം ഉറ്റുനോക്കുന്ന അതിസങ്കീർണമായ അന്വേഷണത്തിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുന്നത്. കാരണം ആ കേസിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും പിന്നെ മറ്റു ജീവനക്കാരും ഉൾപ്പെടെയുള്ള പ്രതികളായിട്ടുള്ള കേസ് FIR രജിസ്റ്റർ ചെയ്ത് വരും ദിവസങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കട്ടുള്ളത്. ശരി പ്രസാദ്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് പോറ്റിയെ മാറ്റും. അടുത്ത ആഴ്ച കട്ടളപ്പാളി തട്ടിപ്പ് കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും. വീഡിയോ കോൺഫറൻസ് വഴി നാളെ വീണ്ടും പോറ്റിയെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദ് MG.